ഗുഡ് മോർണിംഗ്. ഞാൻ അഡ്വക്കേറ്റ് പ്രമോദ് കുമാർ. വയലറ്റ് നിയമവിചാരത്തിലേക്ക് സ്വാഗതം. നിയമമോ നീതിയോ ന്യായമോ സൗഹൃദമോ സത്യമോ, എന്താണ് ഒരു ന്യായാധിപനെ ഭരിക്കേണ്ടത്? ഇത് ഒരു കഥയാണ്. സഹപാഠിയായ ന്യായാധിപയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ട ഒരു പാവം കുറ്റവാളിയുടെ കഥ. 2015 അമേരിക്കയിലെ മിയാമിയിലുള്ള ഒരു കോടതി മുറിയാണ് സ്ഥലം. മിൻഡി ഗ്ലേസർ എന്ന ആ ന്യായാധിപിക്ക് മുന്നിൽ ഒരു കുറ്റവാളി ഹാജരാക്കപ്പെട്ടു. മോഷണം, പിടിച്ചുപറി, അങ്ങനെ വളരെയധികം കുറ്റകൃത്യങ്ങൾ അയാളുടെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നീതിപതിയായ ആ ന്യായാധിപ അയാളുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റപത്രം വായിക്കുന്നതിനിടയിൽ കുറ്റവാളിയെ ഒന്ന് നോക്കി. എവിടെയോ കണ്ടു മറന്ന മുഖം, ഓർമ്മ കിട്ടുന്നില്ല. അവർ അയാളോട് അയാളുടെ പേര് ഒന്നുകൂടി ചോദിച്ചു. അയാൾ പഠിച്ച സ്കൂളിൻ്റെ പേരും പഠിച്ച വർഷവും അവർ ആരാഞ്ഞു. അവർക്ക് മനസ്സിലായി തന്നെ മുന്നിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ സഹപാഠിയായ, തങ്ങളെല്ലാവരും അസൂയയോടെ നോക്കിയിരുന്ന ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി ആർതർ ബ്രൂത്ത് ആണ്. കുറ്റവാളിയായ ആർതർ ബ്രൂത്തും ആ ന്യായാധിപയെ തിരിച്ചറിയുകയായിരുന്നു. അയാളുടെ തല വിഷമം കൊണ്ടും നാണക്കേട് കൊണ്ടും ഒടിഞ്ഞു തൂങ്ങി. പെട്ടെന്ന് ആ ന്യായാധിപ ഓപ്പൺ കോടതിയിൽ എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു, നോക്കൂ, ഇദ്ദേഹം എൻ്റെ സഹപാഠിയായിരുന്നു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെയും അല്പം അസൂയയുടെയും നോക്കിയിരുന്ന ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥി. അദ്ദേഹം എന്തുകൊണ്ടെന്നറിയില്ല ഇന്ന് ഈ വേഷത്തിൽ ഇവിടെ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ അദ്ദേഹത്തെ കാണുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുണ്ട്. അതുകൂടി കേട്ടതോടെ ആർതർ ബ്രൂത്ത് പൊട്ടിക്കരയാൻ തുടങ്ങി. താൻ ആ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നതായി അദ്ദേഹത്തിന് തോന്നി. അയാൾ കരഞ്ഞുകൊണ്ട് എന്തെല്ലാമോ കോടതി മുന്നിലേക്കാകെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിചാരണയ്ക്ക് ശേഷം നീതിമതിയായ ആ ന്യായാധിപ അദ്ദേഹത്തിന് 10 മാസം തടവും പിഴയും ശിക്ഷയായി വിധിച്ചു. ആ ശിക്ഷയോടൊപ്പം തന്നെ ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്ക് അധിക്കുന്നതിനെ കുറിച്ച് അവർ നിർദ്ദേശിച്ചിരുന്നു. ആർതർ ബ്രൂത്ത് തൻ്റെ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷം ആ ചികിത്സാലയത്തിലേക്ക് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഡി അഡിക്ഷൻ സെന്ററിലെ ചികിത്സയ്ക്ക് ശേഷം പുറത്തേക്ക് വന്ന അദ്ദേഹം കണ്ടത് തന്നെ കാത്ത് അവിടെ നിൽക്കുന്ന ആ ന്യായാധിപയാണ്. ആ ന്യായാധിപ മാത്രമല്ല, അവരുടെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആർതർ ബ്രൂത്ത് അവനിൽ നിന്ന് അകന്നു പോയ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവരെയും കൂട്ടിയായിരുന്നു ആ ന്യായാധിപ അവനെ കാത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല, അവന് തുടർന്നു ജീവിക്കുന്നതിനായി ഒരു വഴി കൂടി അവർ കണ്ടുവച്ചിരുന്നു. നീതിയും നിയമവും ഓരോ ത്രാശികളിലായി നിന്നപ്പോൾ തൻ്റെ നീതിബോധം കൊണ്ട് അതിനെ തൂക്കി എടുത്ത മിൻഡി ഗ്ലേസറെ പോലെ ആവണം നമ്മൾ ഓരോരുത്തർ.